നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസുഖങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ശരീരം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അത്തരത്തിൽ രോഗങ്ങളെയും മറ്റു ദോഷങ്ങളെയും അകറ്റി അനുഗ്രഹം ചൊരിയുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് വൈദീശ്വരൻ കോവിൽ. വൈദീശ്വരനായി ഇവിടെ കുടികൊള്ളുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. പാർവതി ദേവി തൈലാംബിക എന്നറിയപ്പെടുന്നു. രോഗശാന്തിക്കും മറ്റ് ദോഷപരിഹാരങ്ങൾക്കുമായി ധാരാളം പേർ വൈദീശ്വരൻ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഭക്തിയും വിശ്വാസങ്ങളുമാണ് വൈദീശ്വരൻ ക്ഷേത്രത്തെ ഇത്രയധികം പ്രസിദ്ധമാക്കുന്നത്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വാദോഷ പരിഹാര സ്ഥലം, പ്രസിദ്ധമായ നാഡിജ്യോത്സ്യം, സിദ്ധാമൃത തീർത്ഥം, ജടായുകുണ്ഡം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളാണ് ക്ഷേത്രത്തെക്കുറിച്ച് പറയേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ മയിലാടുതുറൈ ജില്ലയിലാണ് വൈദീശ്വരൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. സീർക്കാഴിയിൽ നിന്നും 7 കിലോമീറ്ററും മയിലാടുതുറയിൽ നിന്നും 16 കിലോമീറ്ററും ചിദംബരത്ത് നിന്നും 27 കിലോമീറ്ററും ദൂരെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നും ഏകദേശം 235 കിലോമീറ്റർ ഉണ്ടാവും ക്ഷേത്രത്തിലേക്ക്. വൈദീശ്വരൻ കോവിലിന്റെ പുരാതന നാമം പുള്ളിറുക്ക് വേലൂർ എന്നാണ്. പുള്ള് എന്നാൽ പക്ഷി, പക്ഷി ശ്രേഷ്ഠനായ ജടായുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഋക്ക് എന്നാൽ ഋഗ്വേദം ഉൾപ്പെടുന്ന വേദങ്ങളെയും, വേൽ എന്നതുകൊണ്ട് മുരുക ഭഗവാനെയും, ഊർ എന്നത് സൂര്യനെയുമാണ് അർത്ഥമാക്കുന്നത്. അതായത് ജടായുവും വേദങ്ങളും മുരുകനും സൂര്യനുമെല്ലാം ഈ സ്ഥലത്തെത്തി ശിവനെ ആരാധിച്ചിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ചോഴ ഭരണകാലത്ത് നിർമ്മിച്ചവയാണ്. കുലോത്തുംഗ ചോഴൻ ഒന്നാമന്റെ ഭരണകാലത്തെ ശിലാലിഖിതങ്ങൾ ക്ഷേത്ര ചുവരുകളിൽ കാണാം. 16നും 18നും നൂറ്റാണ്ടുകൾക്കിടയിൽ അച്യുതപ്പ നായ്ക്കർ ഉൾപ്പെടെയുള്ള നായക രാജവംശവും മറാത്ത രാജവംശവും ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. വൈദീശ്വരൻ കോവിലിന്റെ ഐതിഹ്യങ്ങൾ ഇവിടുത്തെ സ്ഥലവൃക്ഷവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മരം പല യുഗങ്ങളിലായി പല രൂപങ്ങളിൽ കാണപ്പെടുന്നു എന്നാണ് ഐതിഹ്യം. കൃതയുഗത്തിൽ കദംബ വൃക്ഷമായും, ത്രേതായുഗത്തിൽ കൂവളമരമായും, ദ്വാപരയുഗത്തിൽ വകുളമരമായും, കലിയുഗത്തിൽ വേപ്പുമരമായും കാണപ്പെടുന്നു. ഈ മരത്തിന്റെ ചുവട്ടിലാണ് ആദി വൈദ്യനാഥർ സ്വയംഭൂവായി അവതരിച്ചത്. തേവാരം പാട്ടുകളിലെല്ലാം ഈ സ്ഥലത്തിന് പുള്ളിറുക്ക് വേലൂർ എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ചൊവ്വാഗ്രഹത്തിന്റെ അധിപതിയായ അങ്കാരകന് കുഷ്ഠരോഗം പിടിപെട്ടപ്പോൾ അങ്കാരകൻ ഈ സ്ഥലത്തെത്തി ഇവിടത്തെ സിദ്ധാമൃത തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് മഹാദേവനെ ആരാധിച്ചിരുന്നുവത്രേ. ഭഗവാന്റെ വൈദ്യത്താൽ സുഖം പ്രാപിച്ച അങ്കാരകൻ ഇവിടെ തന്നെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിനാൽ ചൊവ്വാഗ്രഹത്തിന്, അതായത് അങ്കാരകന് ഇവിടെ പ്രത്യേക സന്നിധിയുണ്ട്. വിവാഹ തടസ്സം ഉൾപ്പെടെയുള്ള ചൊവ്വാഗ്രഹ ദോഷ പ്രശ്നങ്ങൾക്ക് പരിഹാര സ്ഥലം കൂടിയാണിത്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വാഗ്രഹത്തിന് കണക്കാക്കിയിട്ടുള്ള ക്ഷേത്രമാണ് വൈദീശ്വരൻ ക്ഷേത്രം. ഭഗവാൻ ഇപ്രകാരം വൈദ്യനാഥനായി അവതരിച്ചതിന് പിന്നിലെ ഐതിഹ്യം ഇതാണ്. ഒരിക്കൽ ഭൂമിയിൽ മനുഷ്യരെല്ലാം രോഗദുരിതങ്ങളാൽ പൊറുതിമുട്ടിയപ്പോൾ ദേവന്മാർ കൈലാസത്തിലെത്തി മഹാദേവനോട് ഭൂമിയിലെ രോഗങ്ങൾക്ക് ശമനം വരുത്താൻ ഒരു വഴി ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. ദേവന്മാരോട് ക്ഷീരസാഗരം കടഞ്ഞുകിട്ടിയ അമൃതെടുത്ത് കാവേരി നദിയുടെ വടക്ക് കരയിലുള്ള പ്രദേശത്തെത്താൻ ഭഗവാൻ ഉപദേശിച്ചു. അവിടെ ഒരു മരത്തിന് ചുവട്ടിലായി ഒരു സ്വയംഭൂ ലിംഗമുണ്ടെന്നും ആ ലിംഗത്തിന് അമൃത് കൊണ്ട് അഭിഷേകം നടത്തണമെന്നും ഭഗവാൻ പറഞ്ഞു. അപ്രകാരം കാവേരി നദിയുടെ തീരത്തെത്തിയ ദേവന്മാർ സ്വയംഭൂവായ ശിവലിംഗത്തിൽ അമൃതിനാൽ അഭിഷേകം നടത്തിക്കൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ അഭിഷേകം നടക്കവേ അമൃതെല്ലാം ചെന്ന് പതിച്ച സ്ഥലം സിദ്ധാമൃത തീർത്ഥമായി മാറി. വൈദീശ്വരൻ ക്ഷേത്രത്തിലെ തീർത്ഥകുളമായ സിദ്ധാമൃത തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഭഗവാന്റെ ഔഷധ പ്രസാദം കഴിച്ചാൽ ഏത് തീരാവ്യാധികളും സുഖപ്പെടും എന്നാണ് വിശ്വാസം.
സിദ്ധാമൃത തീർത്ഥത്തിന് ഗോക്ഷീര തീർത്ഥം, ജടായു തീർത്ഥം, ഇക്ഷുസാര തീർത്ഥം എന്നിങ്ങനെയും പേരുകളുണ്ട്. അതിനുശേഷം ഓരോ യുഗങ്ങളിലും മനുഷ്യർക്ക് വരുന്ന രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനായി ഭഗവാൻ താളിയോലകളും ഔഷധങ്ങളുമായി സ്വയം വൈദ്യനാഥരായി ഇവിടെ അവതരിച്ചു. ഭഗവാനോടൊപ്പം ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ തൈലം ഒരു പാത്രത്തിലെടുത്ത് ജഗന്മാതാവായ പാർവതി ദേവി ഇവിടെ തൈലാംബികയായും അവതരിച്ചു. തമിഴിൽ തയ്യൽ നായകി എന്നും ദേവി അറിയപ്പെടുന്നു. തിരുച്ചാന്തുരുണ്ടൈ, നേത്രപ്പിടി ചന്ദനം, പുണുകു തൈലം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലെ പ്രധാന ഔഷധങ്ങളാണ്. തിരുച്ചാന്തുരുണ്ടൈ ഒരു പ്രത്യേക ദിവസമാണ് തയ്യാറാക്കുന്നത്. ഹോമകുണ്ടത്തിലെ ഭസ്മവും വേപ്പില ഉൾപ്പെടെയുള്ള പ്രത്യേകതരം ഔഷധങ്ങളും സിദ്ധാമൃത തീർത്ഥത്തിലെ ജലവും ചന്ദനവും ചേർത്ത് കുഴച്ച് ഒരു കുരുമുളകിന്റെ അളവിലുള്ള ഉണ്ടകളാക്കി മാറ്റും. ഇത് മുത്തുകുമാരസ്വാമിയായ മുരുകന്റെയും തൈലാംബികയുടെയും മുന്നിൽ വെച്ച് പൂജിച്ച് ഒടുവിൽ വൈദ്യനാഥനായ ഭഗവാന്റെ മുന്നിൽ വെച്ച് പൂജിച്ച ശേഷം ഈ പ്രസാദം രോഗമുക്തി നൽകുന്നതിനായി ഭക്തർക്ക് നൽകും. ക്ഷേത്രത്തിൽ ഇത് കുപ്പികളിലും പാക്കറ്റുകളിലുമായി വിൽക്കുന്നുണ്ട്. ഈ ഔഷധം സേവിച്ചാൽ മാറാ രോഗങ്ങൾ വരെ മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഒരു കുപ്പിക്ക് 100 രൂപയാണ് വില. ചെറിയ പാക്കറ്റുകളിലും ലഭ്യമാണ്. ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ ഔഷധത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചോ ഉപയോഗിച്ചിട്ടുള്ളവരിൽ നിന്നുള്ള വിവരങ്ങളോ ലഭിക്കാത്തതിനാൽ അതിവിടെ വിശദീകരിക്കുന്നില്ല. വൈദീശ്വരം ക്ഷേത്രത്തിലെ തിരുച്ചാന്തുരുണ്ട എന്ന ഔഷധം ഉപയോഗിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ചന്ദനവും കുങ്കുമപ്പൂവും ചേർത്ത് തയ്യാറാക്കുന്ന നേത്രപ്പിടി ചന്ദനം മുരുകന്റെ നെറ്റിയിൽ അണിഞ്ഞ ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകും. മറ്റൊരു ഔഷധമായ പുണുകു തൈലം ചർമ്മരോഗങ്ങൾ മാറ്റുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രോഗശമനത്തിനായി നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. 4448 തരം രോഗങ്ങൾ ഭേദമാക്കാൻ സാധിക്കുന്നത്ര തരത്തിൽ ശക്തിയുള്ളതാണ് വൈദീശ്വരൻ കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഭക്തരുടെ വിശ്വാസം. ഇവിടെ പലവിധ ചർമ്മരോഗങ്ങൾക്കും മറ്റു ദോഷങ്ങൾക്കും പരിഹാരമായി കല്ലുപ്പും കുരുമുളകും ശർക്കരയും ജലത്തിൽ അലിയിക്കുന്ന പതിവുണ്ട്. മുൻപ് സിദ്ധാമൃത തീർത്ഥത്തിലായിരുന്നു ഇത് അലിയിച്ചിരുന്നത്. ഇപ്പോൾ തീർത്ഥത്തിന്റെ പരിശുദ്ധി കണക്കിലെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനായി ക്ഷേത്രം അധികൃതർ പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വൈദീശ്വരൻ കോവിൽ രാമായണ കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്ന് പറയുന്നതിനൊരു കാരണം ഇവിടത്തെ ജടായു കുണ്ടമാണ്. സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടു പോകവേ ജടായു രാവണനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. സീതാദേവിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ജടായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തി. മരണാസന്നനായ ജടായു ശ്രീരാമനോട് വിവരങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം മൃത്യുവരിച്ചു. ജടായുവിനെ സ്വന്തം സഹോദരനായി കരുതി ശ്രീരാമൻ ജടായുവിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയത് വൈദീശ്വരൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അത്രേ. ജടായുവിനെ ദഹിപ്പിച്ച സ്ഥലം ജടായു കുണ്ടം എന്ന പേരിൽ ക്ഷേത്രത്തിൽ കാണാം. ഈ ക്ഷേത്രത്തിൽ സെൽവമുത്തു കുമാരസ്വാമി എന്ന പേരിൽ മുരുകന് പ്രത്യേക സന്നിധിയുണ്ട്. വൈദ്യനാഥ സ്വാമിക്കും തൈലാംബികയ്ക്കുമുള്ള പ്രാധാന്യം തന്നെയാണ് ഇവിടെ മുത്തുകുമാരസ്വാമിക്കുമുള്ളത്. മുരുകൻ ഇവിടെ ശിവപൂജ ചെയ്ത് ഒരു വേൽ സ്വീകരിച്ചതായും ഐതിഹ്യമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നവഗ്രഹങ്ങൾ ഒരേ ദിശയിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. വൈദ്യനാഥ സ്വാമിയുടെ സന്നിധിക്ക് പിറകിലായി ഭഗവാന്റെ നിർദ്ദേശം സ്വീകരിക്കാനെന്നോണം നിരന്നു നിന്ന് ദർശനം നൽകുന്ന നവഗ്രഹ സന്നിധി ഒരു അപൂർവ കാഴ്ചയാണ്. നാടിജ്യോത്സ്യത്തിന് പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് വൈദീശ്വരൻ കോവിൽ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് അഗസ്ത്യമുനി ഉൾപ്പെടെയുള്ള ഋഷിവര്യന്മാർ അവരുടെ തീവ്രമായ തപശക്തിയാൽ മനുഷ്യരുടെ ഭാവി, ഭൂതം, വർത്തമാനം എന്നിവയെല്ലാം പ്രവചിച്ചിരുന്നു. ഇത്തരം പ്രവചനങ്ങൾ അവർ താളിയോലകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം പ്രവചനങ്ങളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, ഒന്നിലധികം തലമുറകളെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് അടങ്ങിയിരുന്നത്. നാടിജ്യോത്സ്യം എന്നാൽ നാടി വരുന്ന ജ്യോത്സ്യം എന്നാണ് അർത്ഥം. അതായത് എപ്പോഴാണ് ഒരാൾക്ക് സ്വന്തം ഭാവിയെക്കുറിച്ചും മുൻജന്മത്തെക്കുറിച്ചുമൊക്കെ അറിയേണ്ട സമയമാകുന്നുവോ അപ്പോൾ ആ മനുഷ്യൻ സ്വയം തേടിച്ചെല്ലുന്ന ജ്യോത്സ്യമാണ് നാടിജ്യോത്സ്യം എന്നാണ് നാടി ജ്യോതിഷികളുടെ അഭിപ്രായം. ആദ്യകാലത്ത് താളിയോലകളിലെ എഴുത്തുകൾ വായിക്കുന്നതിൽ പ്രാവീണ്യം നേടിയ ചില കുടുംബങ്ങൾ വൈദീശ്വരൻ കോവിലുമായി ബന്ധം പുലർത്തിയിരുന്നു. മറാത്ത ഭരണകാലത്ത് ഇത്തരത്തിലുള്ള നിരവധി താളിയോലകൾ തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു. കാലപ്പഴക്കത്താൽ അവയിൽ കുറെയൊക്കെ നശിച്ചുപോയി. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബാക്കിയുള്ള താളിയോലകൾ ലേലം ചെയ്തു. പുരാതനമായി താളിയോല ഗ്രന്ഥങ്ങൾ വായിക്കാൻ പരിശീലനം നേടിയ വൈദീശ്വരൻ കോവിൽ പ്രദേശത്തുള്ള കുടുംബങ്ങൾ ഇവ വാങ്ങി സൂക്ഷിച്ചു. പിന്നീട് തലമുറകൾ കൈമാറി വന്ന ഈ താളിയോലകളിലൂടെ വൈദീശ്വരൻ കോവിലിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നാടിജ്യോത്സ്യം തഴച്ചു വളർന്നു. വൈദീശ്വരൻ ക്ഷേത്രത്തിന് ചുറ്റുമായി ഇന്ന് നിരവധി നാടിജ്യോത്സ്യ കേന്ദ്രങ്ങൾ കാണാം.
നാഡിജ്യോത്സ്യം നോക്കുന്നതിനായി ക്ഷേത്രം ദേവസ്ഥാനവുമായും ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർ ശരിയായ രീതിയിൽ പ്രവചനം നടത്തുന്ന യഥാർത്ഥ നാഡിജ്യോത്സ്യരെ സമീപിക്കാൻ ശ്രമിക്കുക. വൈദീശ്വരൻ കോവിലിൽ ധന്വന്തരി ദേവന് പ്രത്യേക സന്നിധിയുണ്ട്. വൈദ്യനാഥസ്വാമി പടിഞ്ഞാറ് ദർശനമായും തൈലാംബിക തെക്ക് ദർശനമായും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിന്റെ കിഴക്കുവശം ഭൈരവമൂർത്തിയാലും പടിഞ്ഞാറ് വീരഭദ്രൻ, തെക്ക് ഗണപതി, വടക്ക് കാളി ദേവി എന്നീ ദൈവങ്ങളാലും കാവൽ കാക്കപ്പെടുന്നു. തിരുകൈലാസ പരമ്പരയിൽ ഉൾപ്പെടുന്ന ധർമ്മപുരം ആധീനത്തിന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ഭക്തിയും വിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വൈദീശ്വരൻ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് അത്രയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.